എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചോക്കോ വെൽവെറ്റ് കേക്കിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. നല്ല ഒരു അടിപൊളി കേക്കാണ്. 1 kg തൂക്കം വരുന്ന ഒരു ചോക്കോ വെൽവെറ്റ് കേക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 സ്പഞ്ച് തയ്യാറാക്കണം. ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുക. എന്നിട്ട് ആ കപ്പിൻ്റെ ബാക്കി ഭാഗം മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു നുള്ളു ഉപ്പ്. 1/8 എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പകുതി. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് 3 പ്രാവശ്യം ഇടഞ്ഞു വയ്ക്കുക. ഇനി 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാരയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറച്ചത് തരിതരേനുള്ളത്, പൊടിച്ചിട്ടാണെങ്കിൽ 1/2 കപ്പ് ഫുൾ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി അതിലേക്ക് ബീറ്റ് ചെയ്ത് വരുമ്പം ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലും ഓയിലും കൂടെ 1/4 കപ്പ് കേട്ടോ, അതും എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ലോ ടു ഹൈ അങ്ങനെ ബീറ്റ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇടയ്ക്ക് ഇങ്ങനെ പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ അതൊന്നും ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ അലിഞ്ഞ് വരും. ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഡബിൾ ആയിട്ട് കിട്ടും നമുക്ക് സൈസ്. അപ്പോൾ അതുവരെ ബീറ്റ് ചെയ്യണം. ഇനി ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഓയിൽ മിക്സ് ഇല്ലേ, അതിലേക്ക് കുറച്ച് ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് ഒന്നൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടും. ഓയിലും പാലും ഒക്കെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് മിക്സായിട്ട് കിട്ടും. ഇനിയൊന്നുമില്ല, ഡ്രൈ ഇൻഗ്രീഡിയൻസിന് 3 ഭാഗങ്ങളാക്കിയിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ, ഒട്ടും തിരക്ക് കൂട്ടണ്ട, പതുക്കെ ചെയ്താൽ മതി. ഓവൻ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഈ സമയത്ത് പ്രീഹീറ്റ് ചെയ്യാനും കൂടെ വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കതൊരു 8 ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കേക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ മൊത്തം 4 ലെയർ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് 8 ഇഞ്ചിൻ്റെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒരു 30-35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. കുക്കറിലായാലും ഈ ഒരു ടൈം തന്നെ മതി. 30-35 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേക്ക് റെഡി. ഇനി നമുക്ക് വേണ്ടത് റെഡ് വെൽവെറ്റിൻ്റെ ഒരു സ്പഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് പിരിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ബട്ടർമിൽക്ക് തയ്യാറാക്കാനാണ്, അതാദ്യം ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ മതി കേട്ടോ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും, ഇത്രയും ചേർത്തിട്ട് ഇതും നല്ലപോലെ ഒരു 3 പ്രാവശ്യം ഇടഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നല്ലതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ, അതും കൂടി ഇതിലേക്കൊന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ബട്ടർ മിൽക്കാണ്. കണ്ടോ, പാല് കണ്ടോ പിരിഞ്ഞ് വന്നിരിക്കുന്നുണ്ടല്ലേ. വിനെഗർ ചേർത്താൽ പിരിഞ്ഞ് വരും. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കളറ്, നിങ്ങൾക്ക് എത്ര കളറാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. അത് സൂപ്പർ റെഡാണ്, ഷെഫ് മാസ്റ്ററിൻ്റെ. അപ്പോൾ അതും നല്ലതുപോലെ ചേർത്തിട്ട് ഇനി നമ്മൾ കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. കൂടെ ഈ ബട്ടർ മിൽക്കും ഇടവിട്ട് ചേർത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വന്നോളും. ഈ മിക്സ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് കട്ട കെട്ടി നിൽക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക. ഇതും നേരത്തെ പോലെ തന്നെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഒരു 30-35 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുക്കുക. ഞാനിത് 2 ഒന്നിച്ചാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ 2ആക്കി ചെയ്തു എന്ന് കാണിക്കുന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ റെഡി. ഇനിയുണ്ട് ഗനാche തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഏകദേശം 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഒരു 3/4 കപ്പ് വിപ്ഡ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് ക്രീം, വൈറ്റ് കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി വിപ്പിംഗ് ക്രീം ഞാൻ ഇവിടെ ഒരു 1.25 കപ്പ് ക്രീം, അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും
ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തതാണ്. ഇപ്പോൾ നമ്മുടെ ഗനാഷൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ടാവും. ചൂടാറിയിട്ടുള്ള കേക്കിനെ നമ്മൾ ഓരോ കേക്കിനെയും 2 ആക്കിയിട്ട് മുറിച്ചെടുക്കുക. 2 ലെയറാക്കി മുറിക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ലെയറാണ് വെക്കുന്നത്. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് നനച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് വേണ്ടത്തിന് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ വെക്കേണ്ടത് റെഡ് വെൽവെറ്റിൻ്റെ ഒരു ലെയറാണ്. ഇടവിട്ട് കൊടുക്കുക രണ്ടും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, കാണാനും ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതും നല്ലതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മൾ നനച്ചെടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ അത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കേണ്ടത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ്. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡ് വെൽവെറ്റിൻ്റെ മുകളിൽ വൈറ്റ് ഗനാഷും അതും കൊടുത്തിട്ട് പിന്നെ സെയിം പ്രോസസ്സ് തന്നെ അടുത്ത ലെയർ ചോക്ലേറ്റിൻ്റെ ഇത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ക്രീം, ഗനാഷ് ഇത്രയും ആക്കിയതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ലെയറും കൂടെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം 4 ലെയർ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതും നല്ലതുപോലെ നനച്ചിട്ട് ഇനി നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ കേക്കിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ കവർ ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാമല്ലോ, ക്രം കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ഒന്ന് ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം നല്ല തിക്കായിട്ട് ക്രീമിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കുക. നല്ലോണം തണുത്തിട്ടേ ഉള്ളൂ മുകളിൽ ഗനാഷ് ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം കേക്ക് ഐസിങ് ചെയ്തിട്ട് നല്ലപോലെ 1 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുത്തതിന് ശേഷം ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് എല്ലാ സൈഡിലും കവർ ചെയ്ത് എടുക്കുക. ഇനി ആ സൈഡെല്ലാം നീറ്റാക്കി കഴിഞ്ഞു. ഇനി ഇതും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക. 1/4 മണിക്കൂറെങ്കിലും വെക്കുക, അതാണ് നല്ലത്. എന്നിട്ട് കുറച്ച് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ കുറച്ച് പീസ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കണേ. അത് എന്നിട്ട് ഒന്നൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് കേക്കിൻ്റെ സൈഡ് മൊത്തത്തിൽ കവർ ചെയ്ത് എടുക്കുക. അപ്പോൾ അത് മറന്നു പോകരുത്. കേക്ക് 2 ലെയറാക്കി മുറിച്ച് വെക്കുമ്പോൾ തന്നെ കുറച്ച് ആ മുകൾ വശം മുറിച്ച് മാറ്റി നമ്മൾ വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സൈഡ് കവർ ചെയ്യാൻ കിട്ടില്ല. പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് ഞാനൊരു റോസ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ആ ഒരു നെയിമും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും തൃപ്തി കിട്ടുന്ന ഒരു കേക്കായിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.